Good morning. Good morning to all. Welcome to CSE with Michael. So, last day we had our prelims results, and as many of you know, I'm completely free, and so I'm looking forward to helping you all in your CSE preparation. എന്താണ് നമ്മളൊരു വി ഹാവ് ബീൻ ലൈക്ക് എ ഫാമിലി ലൈക്ക് പലരെയും എനിക്ക് നേരിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അറിയാം മെസ്സേജുകളിലൂടെയും പേഴ്സണൽ ആയിട്ടുള്ള ടെലിഗ്രാമിൽ മെസ്സേജുകളിലൂടെയും യൂട്യൂബ് കമന്റ്സിലൂടെയും ഒക്കെ. സോ വി ഹാവ് ബീൻ എ ഫാമിലി. സോ നമ്മുടെ ഫാമിലിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിപ്പറേഷൻ തന്നെയാണ്. നമ്മളതിനകത്ത് പ്രധാനമായിട്ട് ന്യൂസ് പേപ്പർ റീഡിംഗ് ഉണ്ട്, നമ്മുടെ MCQ സോൾവിംഗ് ഉണ്ട്, പിന്നെ ഡെയിലി ബേസിൽ പലരുടെയും ഡൗട്ടുകൾ കിട്ടാറുണ്ട്, അത് ക്ലിയർ ചെയ്യുക. അപ്പൊ ഇത്രയും ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് ഒരു 2-3 മാസമായിട്ട് ചെയ്തു വരുന്നത്. ആൻഡ് ഐ എം റിയലി ഫീലിംഗ് ഓണേഡ് ആൻഡ് പ്രൗഡ് ഇത്രയും നല്ല സ്റ്റുഡൻസിനെ മെന്റർ ചെയ്യാനും ഉള്ളൊരു അവസരം കിട്ടിയാൽ. സോ ഐ എം ടേക്കിംഗ് അപ്പ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഈവൻ മോർ സീരിയസ്ലി. കുറച്ച് സമയമുണ്ട്, സോ ഐ ക്യാൻ സ്പെയർ സം ടൈം, മോർ ടൈം ഇൻഫാക്ട് ഫോർ യു ഗൈസ്. അപ്പോൾ ലൈക്ക് ഐ വുഡ് എൻകറേജ് യു ഓൾ ടു കം അപ്പ് വിത്ത് യുവർ ഡൗട്ട്സ്. അപ്പോൾ നേരത്തെ പലരും എന്നോട് പ്രിപ്പറേഷന്റെ കാര്യം ഉണ്ടായിരുന്നുണ്ട്, സർ ബിസി ആയിരിക്കും എന്നുള്ള കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ എം ഹാപ്പി ടു ലെറ്റ് യു നോ ലൈക്ക് ഞാൻ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡൗട്ട്സുകൾ എനിക്ക് അയക്കാം. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് മാത്രമല്ല, അത് ഞാൻ സോൾവ് ചെയ്യുന്ന വഴി ഞാനത് ഒരു ജനറൽ പ്ലാറ്റ്ഫോമിലേക്ക് യൂട്യൂബിലൂടെയോ ടെലിഗ്രാമിലൂടെയോ എടുക്കുമ്പോൾ അത് പലർക്കും ആ സെയിം ഡൗട്ടുള്ള പലർക്കും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ മൈക്കിൾ CSE എന്നുള്ള ടെലിഗ്രാം ചാനലിലേക്ക് അയക്കുക. ആൻഡ് ഒബ്വിയസ്ലി ദാറ്റ്സ് മൈ പേഴ്സണൽ ഐഡി. ഓക്കെ, ദാറ്റ്സ് മൈ പേഴ്സണൽ ഐഡി. ആൻഡ് ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് അറിയാം, കമന്റ് സെക്ഷനിലാണെങ്കിലും CSE വിത്ത് മൈക്കിളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ അറിയിക്കും. റൈറ്റ്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഗോയിങ് ഫോർവേഡ് വിൽ ബി ലുക്കിംഗ് അറ്റ് മോർ പ്രോഗ്രാംസ് ലൈക്ക് ഇനി എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഈസ് അപ്പ് ചെയ്യാം. നമ്മൾ എന്തായാലും സ്മാർട്ട് വർക്ക് എന്നുള്ളൊരു മെഷറാണ് എടുത്തിരുന്നത്. സോ എങ്ങനെ അതിനെ ഒന്ന് ഈസ് അപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ പല പ്രോഗ്രാംസും ഞങ്ങൾ എൻ്റെ കൂടെ തന്നെ കുറച്ച് ഇന്റർവ്യൂ പോയ ഫ്രണ്ട്സ് ഉണ്ട്. സോ വി ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ്. അപ്പോൾ നമുക്കൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം ആണെങ്കിലും മെയിൻസ് ഉണ്ട്. മെയിൻസിന് മെന്റർഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് മീ. ആൻഡ് ദെൻ ഒബ്വിയസ്ലി നമ്മളൊരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ ദ കമ്മിങ് ഡേയ്സ് വിൽ ബി ലോഞ്ചിങ് ദാറ്റ്. ഡെയിലി ബേസിൽ ഒരു ആൻസർ എഴുതുക, 1-2 ആൻസർ എഴുതുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡൽ ആൻസർ കണ്ടിട്ട് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിലിംസിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രിലിംസ് എങ്ങനെ ടാക്കിൾ ചെയ്യാം അതിൻ്റെതായ എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു വിച്ച് ബിക്കേം റിയലി ഇൻഫോർമേറ്റീവ് എന്ന് പലരും എന്നോട് പറഞ്ഞു. സോ ഹാപ്പി ടു നോ ദാറ്റ്. അപ്പോൾ അതിന്റെ 120+ എന്നുള്ള സ്കോറിന്റെ മാധ്യമത്തിലാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഗെയിൻ നമ്മളൊരു കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അത് എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻകറേജ്മെന്റ് ആണ്. നിങ്ങളുടെ ഒരു എൻകറേജ്മെന്റും നല്ല വേർഡ്സും ആണ് എപ്പോഴും എന്നെ മോർ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് തീർച്ചയായും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത്രയാണെന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ റീഡിങ്ങിലേക്ക് കടക്കാം. So today is October 30. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ന്യൂസിലുള്ളതെന്ന് ലെറ്റ്സ് സീ. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് ദി MNREGA ന്യൂസ്. നരേഗ എന്താണെന്ന് ശ്രദ്ധിക്കുക. So it's a very important, the flagship scheme of the government of India, right, for poverty alleviation, job creation, etc. So look into all the details of the scheme. What is the scheme? Why the scheme? Features of the scheme. Performance. Okay, that means good and bad. The achievements. What are the achievements? What is today's relevance? എന്താണ് relevance of MNREGA and way forward. ഇത്രയും കാര്യങ്ങൾ MNREGA കുറിച്ച് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബിക്കോസ് UPSC ഹാസ് ദിസ് ഹാബിറ്റ് ഓഫ് ആസ്കിങ് അബൌട്ട് ഫ്ലാഗ്ഷിപ്പ് സ്കീംസ്. അത് നമ്മുടെ ഗവർണൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിൽ വി ക്യാൻ ക്ലിയർലി സീ ദോസ് ക്വസ്റ്റ്യൻസ് ഇൻ മെയിൻ. സോ MNREGA അങ്ങനത്തെ കുറേ സ്കീംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയുഷ്മാൻ ഭാരത് when it comes to medicine, health, and then Swachh Bharat when it comes to cleanliness, those kind of things. സോ ഇങ്ങനത്തെ സ്കീംസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് MNREGA നോക്കാം. സൂയിസൈഡ് എമംഗ് ഫാം വർക്കേഴ്സ് റോസ് 18%. Now, farm suicides is an important topic. Along with that, farm sector issues, agricultural issues is very crucial. അതിൻ്റെ അകത്ത് തന്നെ ഫാം സൂയിസൈഡ്സ് കുഡ് ബി എ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ദാറ്റ് UPSC കുഡ് ആസ്ക്. ബിക്കോസ് അഗ്രികൾച്ചർ എപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടറാണ്. അതുപോലെ UPSC മെയിൻസിലും പ്രിലിംസിലും ഇപ്പോൾ ലാസ്റ്റ് പ്രിലിംസിൽ നമ്മൾ
20 പ്രിലിംസ് നമ്മൾ കണ്ടു. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഫ്രം അഗ്രികൾച്ചർ ജോഗ്രഫി എന്നുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് കണ്ടു. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി റിപ്പീറ്റഡ് ഹിയർ എനി ഇയർ. ഏത് വർഷവും റിപ്പീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ കീപ് എ ക്ലോസ് വാച്ച് ഓൺ ദാറ്റ്. Now UIDI is there. We'll take that in the inside pages. Let's see. Okay. Now we have the editorial page. Now silly point is a cricket related article, but read slightly. ഇന്ത്യയിലെ മറ്റേ എന്താണ് വയലൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പോർഷൻസ് മാത്രം വായിക്കുക. ഹിന്ദു കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നൊരു പത്രമാണ്. സോ അത് തെറ്റാന്നല്ല, പക്ഷെ നമ്മുടെ UPSC പർപ്പസിൽ നമുക്ക് അത്രയും ഒരു ഡിസ്ട്രാക്ഷൻ വേണ്ട. സോ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം വായിക്കുക. അതിനോട് കൂടെ തന്നെയുള്ള ഒരു ആർട്ടിക്കിളാണ് സബ്വേർഷൻ ഓഫ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അഗെയിൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ വായിക്കുക. കുറച്ച് കഴിയുമ്പോൾ ആർട്ടിക്കിൾ വളരെ പൊളിറ്റിക്കലാണ്. ഓക്കെ, അപ്പോൾ ടു മച്ച് ക്രിറ്റിസിസം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്. നമുക്കെപ്പോഴും ഒരു ഹെൽത്തി ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ നിർത്തണം. ഹിന്ദുവിൻ്റെ എപ്പോഴത്തെ ഒരു ക്രിറ്റിസിസമായിട്ട് പറയണത് ഒരു കുറച്ചും കൂടെ ഒരു ലെഫ്റ്റ് ഇൻ്റലിജൻഷ്യ ഓറിയൻറ്റഡ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ക്രിറ്റിസിസം കൂടി പോകാറുണ്ട്, വിച്ച് വി മേ ഹാവ് ടു ബി ലിറ്റിൽ ബിറ്റ് കോഷ്യസ് അബൌട്ട്. സോ ദിസ് ആർട്ടിക്കിൾ ഐ എം ലിറ്റിൽ ബിറ്റ് കോഷ്യസ് അബൌട്ട്. എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം, ഇല്ല എന്നുള്ളതല്ല, എതിരഭിപ്രായങ്ങൾ തെറ്റാന്നുള്ളതുമല്ല. സോ ദിസ് ഇസ് എ ഡിബേറ്റഡ് വൺ. സോ ഐ എം റെസ്ട്രിക്റ്റിംഗ് ദീസ് മച്ച് ഓഫ് ഹൈലൈറ്റിംഗ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടെ പൊളിറ്റിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നോ, ദി എവർഗ്രാൻഡ് സൈസ്ഡ് ക്വസ്റ്റ്യൻ ഓവർ ചൈനീസ് പൊളിറ്റിക്സ്. ഇത് ഞാൻ യൂഷ്വലി നമുക്കിത് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാവുന്നതാണ്. പക്ഷേങ്കിൽ നമുക്ക് എന്താണ് ഇഷ്യൂ എന്നൊന്ന് അറിഞ്ഞിരിക്കണം. എവർഗ്രാൻഡ് എന്താണെന്നുള്ളതും ആ കാര്യങ്ങൾ അറിയാം. അതുപോലെ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ചൈനാസ് റൈസ്. ഇറ്റ് ഗിവ്സ് എ വെരി ക്യുക്ക് പിക്ചർ. എങ്ങനെയാണ് ചൈന റൈസ് ചെയ്തതെന്നുള്ളൊരു പെട്ടെന്നൊരു ചെറിയ പിക്ചർ വരും. അപ്പം അതും കൂടി ഒന്ന് വായിക്കാം. ദെൻ യു കം ടു ഡിസെൻഡ് ഇൻ ടു കേവോസ് മ്യാൻമാർ ഹുണ്ടയുടെ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ അതും വായിക്കുക. ഹുണ്ട എന്താണെന്നുള്ളത്, ആസിയാൻ എന്താണെന്നുള്ളത്, ഓങ് സാൻ സൂക്കി ആരാന്നുള്ളത്, ആസിയാൻ്റെ ഇൻഫ്ലുവൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ്സ് അബൌട്ട് നോയിങ് അബൌട്ട് മ്യാൻമാർ. എന്താണ് നോയിങ് മ്യാൻമാർ? മ്യാൻമാർ ഇസ് എ ഇമ്പോർട്ടൻറ്റ് നെയ്ബർഹുഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. സോ ഇൻഡോ മ്യാൻമാർ റിലേഷൻസിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് വി ഗോ ടു നോ അബൌട്ട് വാട്ട് ദി പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, വാട്ട് ആർ ദി നേച്ചർ ഓഫ് ദി പൊളിറ്റിക്സ് ഓഫ് മ്യാൻമാർ എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ നല്ലൊരു ആർട്ടിക്കിളാണ്. സോ റീഡ് ദാറ്റ്. This one, not much. Ground zero is usually something which we may not have to put too much focus on. Then crucial by-elections. Now, what are by-elections? Read Lakshmikant. By-electionുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ ടേംസ്, എത്ര മാസങ്ങൾക്കുള്ളിൽ ബൈ ഇലക്ഷൻ നടത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിലിംസിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. വായിക്കുക. ലക്ഷ്മികാന്ത് വായിക്കുക. ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പാർലമെൻറ്റ് ഇലക്ഷൻ ആ പാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 ചാപ്റ്റർ ഉണ്ട്. 2 ചാപ്റ്ററിലും കുറച്ച് ഡീറ്റെയിൽസ് കാണും. ദെൻ ദിസ് ന്യൂസ് ഓൺ UIDI. അപ്പോൾ ഡേറ്റ ബിൽ എന്താണെന്നുള്ളതും UIDI എന്താണെന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് അറിയണം. UIDI നമുക്കറിയാം ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ജഡ്ജ്മെൻറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. പുട്ടുസ്വാമി കേസ് നമുക്ക് ഇത്രയും പേര് അറിയേണ്ട കാര്യമില്ല. യു ക്യാൻ ജസ്റ്റ് നോ ഇറ്റ് ആസ് പുട്ടുസ്വാമി കേസ്. ഓക്കെ, എന്താണ് പ്രൈവസിയായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണ്. പൊളിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലയിടത്തും നിങ്ങൾക്ക് അത് ആർട്ടിക്കിളിൻ്റെ പേര് ആൻസർ എഴുതുമ്പോൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, UIDIക്ക് എക്സെപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് എൻ ഇമ്പാക്ട് ഇറ്റ് ക്യാൻ ക്രിയേറ്റ്, അതും വായിക്കുക. ഡേറ്റ പ്രൈവസിയാണ് ഇവിടുത്തെ എന്താണ് മെയിൻ ടോപ്പിക്ക്. അതുകൊണ്ട് ഒന്ന് എഴുതിയേക്കാം, ഡേറ്റ പ്രൈവസി. ഓക്കെ, പക്ഷേ അത് നമുക്കൊരു വേറൊരു ദിവസം അതിനെക്കുറിച്ച് പരിശോധിക്കാം. ഇന്ന് ചെറിയൊരു നോട്ട് ഉണ്ടാക്കുക, ഈ ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക. ദാറ്റ്സ് ഇറ്റ്. ദെൻ വാട്ട്? ഇന്ത്യ ഇസ്രായേൽ ടു ബൂസ്റ്റ് മിലിറ്ററി കോപ്പറേഷൻ. അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പ് ഞാൻ അഗെയിൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഒരു ദിവസം കണ്ടതാണ് ഇൻഡോ ഇസ്രായേൽ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ്. അന്ന് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ യു മൈറ്റ് ഹാവ് മെയ്ഡ് എ സ്മോൾ നോട്ട്. സോ കീപ് അപ്ഡേറ്റിംഗ് ദാറ്റ്. ഈ JWG ഒക്കെ എഴുതി വെക്കുക, JWG. സോ ഇറ്റ് വിൽ ഗീവ് യു വാല്യൂ അഡീഷൻ ടു യുവർ നോട്ട്സ്. ഇനി അല്ലെങ്കിൽ യു ജസ്റ്റ് ലീവ് ഇറ്റ്. നമുക്കൊരു അടുത്ത ദിവസം ഇൻഡോ ഇസ്രായേൽ ഒരു വലിയ നോട്ട് വരുമ്പോൾ നമുക്ക് നോട്ട് ഉണ്ടാക്കാം. തൽക്കാലം നിങ്ങൾ ജസ്റ്റ് വായിക്കുക. ഓക്കെ, വലിയ ന്യൂസിൽ നിന്നാണ് നമ്മൾ നോട്ട് ഉണ്ടാക്കുന്നത്. സൂറത്ത് വിൻസ് അവാർഡ് ഫോർ ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇതൊരു കേസ് സ്റ്റഡി ഒരു എക്സാമ്പിളാണ്. അതുപോലെ ഡൽഹിയെക്കുറിച്ച് പറയുന്നുണ്ട്, പ്ലേസ് ഫോർ മെട്രോ സർവീസസ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്കും അല്ലെങ്കിൽ ഗ്രീൻ എനർജി, ഡീകാർബണൈസേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് എഴുതാവുന്ന ഒരു എക്സാമ്പിളാണ് ഇത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
Then as we go on, Sputnik's clinical trial, എന്താണ് സ്പുട്നിക്, എവിടുന്നാണ് സ്പുട്നിക്, ആര് മേക്ക് ചെയ്താണ്, ഇതൊക്കെ നോക്കുക. ജസ്റ്റ് പ്രിലിംസ് ഫാക്ട്സ്, PT. Ensure Afghan soil. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ടോപ്പിക് മാത്രം, ഹെഡിങ് ഈസ് ഇനഫ്. US to deepen relation with Taiwan, heading is enough. Suki again, Suki 8. അപ്പോൾ Suki ആരാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. Suki 8നെ നോക്കണ്ട. കോർ സെക്ടർ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയാണ് കോർ സെക്ടർ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് കോർ സെക്ടർ, വാട്ട് ആർ ദി 8 ഇൻഡസ്ട്രീസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് കോർ സെക്ടർ, ആരാണ് 8 കോർ ഇൻഡസ്ട്രീസ് ഇൻഡെക്സ് കമ്പയർ ചെയ്യുന്ന ആരാണ്, അത് നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റ്, വാട്ട്, ക്ലാരിറ്റി ഉണ്ടായിരിക്കും. എക്കണോമിക്സ് ആണ്. മേക്ക് ഷുവർ യു ഹാവ് എക്കണോമിക്സിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ, കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. വാട്ട് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ്, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാനും റിനൗൺസിയേറ്റ് ചെയ്യാൻ സാധിക്കണം എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, അതിൻ്റെ അകത്തൊരു ഡൗട്ട് വരരുത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണെന്നുള്ള കുറച്ച് നല്ല ആർട്ടിക്കിൾസും കുറച്ച് ചെറിയ ചെറിയ പ്രിലിംസ് ആയിട്ടുള്ള ബിറ്റ്സും ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓളെ അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഞാൻ essay ഇന്നലെ ഒരു വർക്ക് ഇട്ടായിരുന്നു. കുറേ പേരൊക്കെ എഴുതി അറ്റംപ്റ്റ് ചെയ്തു, കുറേ പേര് പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ട്. സോ മേക്ക് ഷുവർ യു ആർ ഡൂയിങ് ദാറ്റ്. ഇനി കമ്മിങ് ഡേയ്സിൽ നമുക്ക് കുറേ പ്രോഗ്രാംസ് ഞാൻ ഐ വിൽ ബി ലോഞ്ചിങ്. കുറേ പ്രോഗ്രാംസ് അല്ല, പക്ഷേ ക്വാളിറ്റി ആയിട്ടുള്ള 2-3 പ്രോഗ്രാംസ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സോ മേക്ക് ഷുവർ നിങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാനത് essay ഇട്ടത് എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് അനൗൺസ് ചെയ്തുകൊണ്ടാണ് കുറച്ച് പേർ കാണാതെ പോയത്. ബട്ട് ഇനി മുതൽ അത് ക്ലിയർ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഒരു വാല്യൂ ആഡഡ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, റൈറ്റിംഗ് ഈസ് എവറിത്തിങ്. അപ്പോൾ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. On that note, have a good day.